എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഒന്നോർത്തു നോക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതായത്, ദൈവം ഒന്നേയുള്ളൂ എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകത്ത് ഇത്രയധികം മതങ്ങൾ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് തേടാൻ പോകുന്നത്. അതെ, ഇതാണ് ആ ചോദ്യം. ലോകത്തുള്ള ഒട്ടുമിക്ക മതങ്ങളും പറയുന്നത് ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ആ ഒരൊറ്റ ദൈവത്തെ ആരാധിക്കാൻ എന്തിനാ ഇത്രയധികം വഴികളും രീതികളും, അല്ലേ? നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കാം. ഈ ചിന്തയുടെയൊക്കെ ഒരു തുടക്കം നമുക്കിവിടെ കാണാം. ഖുറാനിലെ ഒരു വാക്യമാണിത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവിക സന്ദേശം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല. അല്ല, അത് എല്ലാ ജനങ്ങളിലേക്കും എല്ലാ കാലഘട്ടത്തിലും ഓരോ ദൂതന്മാർ വഴി എത്തിയിരുന്നു എന്നാണ്. ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അപ്പോൾ നോക്കൂ, ദൂതന്മാർ പലരായിരുന്നു. കാലവും സ്ഥലവും ഭാഷയും സംസ്കാരവുമെല്ലാം വേറെ വേറെയായിരുന്നു. പക്ഷേ അവരെല്ലാവരും പഠിപ്പിച്ച ആ അടിസ്ഥാന സന്ദേശം, അതിന്റെ കാതൽ എപ്പോഴും ഒന്നുതന്നെയായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ ഒരൊറ്റ സന്ദേശം? ഈ സ്ലൈഡിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തത്, ഒരേ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുക. രണ്ടാമതായി, ദൈവം അയച്ച ആ വഴികാട്ടി ആരാണോ അദ്ദേഹത്തെ പിന്തുടരുക. മൂന്നാമത്തത്, ഒരു നല്ല ജീവിതം നയിക്കുക, നീതിയോടെ ജീവിക്കുക. പിന്നെ നാലാമതായിട്ട്, സ്നേഹം, നീതി, വിനയം ഇതുപോലുള്ള നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുക. ഇതായിരുന്നു ആ അടിസ്ഥാനം. ശരി, അപ്പോൾ അടുത്തൊരു സംശയം വരും. ഈ സന്ദേശമെല്ലാം ഒന്നായിരുന്നെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഈ ഭിന്നതകളൊക്കെ വന്നത്? എങ്ങനെയാണ് ഇത്രയധികം വേർതിരിവുകളുണ്ടായത്? നമുക്കതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. ഈ ഭിന്നതകൾക്ക് കാരണം ദൈവമല്ല, മറിച്ച് മനുഷ്യൻ തന്നെയാണെന്നാണ് ഈ ആശയങ്ങൾ പറയുന്നത്. അതായത്, ചിലർക്ക് അധികാരവും നിയന്ത്രണവും വേണമായിരുന്നു. ചില നേതാക്കന്മാർ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ദൈവിക പാഠങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. കാലം മുന്നോട്ടു പോയപ്പോൾ യഥാർത്ഥ ദൈവിക സന്ദേശത്തിൽ നാട്ടിലെ ആചാരങ്ങളും സംസ്കാരവുമൊക്കെ കലർന്നുപോയി. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്, ദൈവം കാണിച്ചു തന്ന വഴിക്ക് പകരം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന്റെ ഒരു ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ദൈവമയച്ച ആ വഴികാട്ടിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് പകരം മനുഷ്യർ അവരുടെ സ്വന്തം ബുദ്ധിക്കും ന്യായങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇത് പതിയെ പതിയെ അവരെ ആ യഥാർത്ഥ സന്ദേശത്തിൽ നിന്ന് അകറ്റി. ശുദ്ധമായ ദൈവിക പാഠങ്ങൾക്ക് മുകളിൽ മനുഷ്യന്റേതായ കൂട്ടിച്ചേർക്കലുകൾ വന്നു. ഈ ഒരു വാചകം നോക്കൂ, അത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഭിന്നത ആരംഭിച്ചത് സ്വർഗത്തിലല്ല, മറിച്ച് മനുഷ്യഹൃദയത്തിലാണ്. പ്രശ്നം തുടങ്ങിയത് ദൈവത്തിൽ നിന്നല്ല, അത് മനുഷ്യന്റെ ഉള്ളിൽ നിന്നാണ്. അവന്റെ അഹങ്കാരത്തിൽ നിന്ന്, അധികാരത്തോടുള്ള ആർത്തിയിൽ നിന്ന്, പാരമ്പര്യങ്ങളെ അന്ധമായി പിന്തുടരുന്ന സ്വഭാവത്തിൽ നിന്നൊക്കെയാണ്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ കാണുന്ന വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് നോക്കി എല്ലാ മതങ്ങളുടെയും ഉള്ളിലുള്ള ആ യഥാർത്ഥ സത്ത, ആ കാതൽ എന്താണെന്ന് കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ സ്ലൈഡൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലോകത്തിലെ പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരേ ആശയം വരുന്ന ഭാഗങ്ങളാണിത്. ഭഗവത്ഗീത, ഖുർആൻ, ബൈബിൾ. ഈ 3ഉം പറയുന്നത് ഒരേ ഒരു ദൈവത്തെക്കുറിച്ചാണ്. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് ഒന്നാണെന്ന് ഇവയെല്ലാം അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാറ്റിൻ്റെയും ഉറവിടം ഒന്നാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന യഥാർത്ഥ മതത്തിൻ്റെ അടിസ്ഥാനവും ഒന്നായിരിക്കണമല്ലോ, അല്ലേ? അപ്പോൾ എന്തായിരിക്കും ആ പൊതുവായ അടിസ്ഥാനം? ഉത്തരമിതാണ്: സ്നേഹം. ബൈബിൾ പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. ഖുർആൻ പറയുന്നു, അവൻ അവരെ സ്നേഹിക്കുന്നു, അവർ അവനെയും. ഭഗവത്ഗീത സ്നേഹത്തോടെയുള്ള ഭക്തിക്കാണ് പ്രാധാന്യം നൽകുന്നത്. ബുദ്ധമതമാകട്ടെ എല്ലാ ജീവികളോടുമുള്ള സ്നേഹത്തെയും കരുണയെയും കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സ്നേഹമാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും. ശരി, എല്ലാം സ്നേഹമാണെങ്കിൽ പിന്നെന്തിനാണ് പ്രവാചകന്മാരും ഗുരുക്കന്മാരുമൊക്കെ? നമുക്ക് തനിയെ സ്നേഹിച്ചാൽ പോരെ? അതിനുമൊരു കാരണമുണ്ട്. ഉത്തരം വളരെ ലളിതമാണ്. കാരണം യഥാർത്ഥ സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹം, അതങ്ങനെ തനിയെ പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമുക്ക് ആരെങ്കിലും പഠിപ്പിച്ചു തരണം. എങ്ങനെ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കണം, എന്താണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു വഴികാട്ടി വേണം. ഈ സ്ലൈഡ് നോക്കൂ. ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാ വലിയ വഴികാട്ടികളും ഒരേ കാര്യമാണ് പഠിപ്പിച്ചത്: സ്നേഹം. മുഹമ്മദ് നബി ലോകത്തിന് കാരുണ്യമായിട്ടാണ് വന്നതെന്ന് പറയുന്നു. യേശുക്രിസ്തു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ എല്ലാ ജീവികളോടും വിദ്വേഷമില്ലാതെ പെരുമാറാൻ പഠിപ്പിച്ചു. വെറുപ്പിനെ സ്നേഹം കൊണ്ട് മാത്രമേ ജയിക്കാനാവൂ എന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. അപ്പോൾ ഇവരെല്ലാവരും സ്നേഹത്തിന്റെ അധ്യാപകരായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നൊരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്: മതം എന്നത് നമ്മൾ ജനിച്ചതുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു പേര് മാത്രമാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ കാണിക്കുന്ന സ്നേഹവും കാരുണ്യവുമാണോ യഥാർത്ഥ മതം? ഇതിൽ രണ്ടാമത്തതാണ് ശരി എന്നാണ് ഈ ആശയങ്ങൾ നമ്മളോട് പറയുന്നത്.
അവസാനമായി നമുക്ക് ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കാം. സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടമെങ്കിൽ, ദൈവം സ്നേഹമാണെങ്കിൽ, പിന്നെ വെറുപ്പും വിദ്വേഷവും പഠിപ്പിക്കുന്ന ഒരു വഴിക്ക് എങ്ങനെ ആ ദൈവത്തിൽ നിന്നുള്ളതാകാൻ സാധിക്കും? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.